ശബരിമലയിലേക്ക് തീർത്ഥാടക പ്രവാഹം. ഉച്ചവരെ മാത്രം 67,000-ലധികം പേർ സന്നിധാനത്തെത്തി. ഇന്നും ദർശനത്തിന് എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം 1 ലക്ഷം കവിഞ്ഞേക്കും. ഇന്നലെ 1,05,680 തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. മകരവിളക്കുത്സവത്തിന് നട തുറന്ന ശേഷമുള്ള ഏറ്റവും വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് നട തുറന്ന ശേഷമുള്ള ഏറ്റവും വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ഇന്നലെ 1 ലക്ഷത്തിലധികം തീർത്ഥാടകർ, അതായത് 1,05,680 തീർത്ഥാടകരാണ് പോലീസിന്റെ കണക്കിൽ സന്നിധാനത്ത് എത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സമാനമായ രീതിയിൽ തന്നെ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. ഇതുവരേക്കും മകരവിളക്കിന് നട തുറന്ന ശേഷം ഇതുവരേക്കും 6.5 ലക്ഷത്തിലേറെ തീർത്ഥാടകർ സന്നിധാനത്ത് എത്തിയെന്നാണ് പോലീസിന്റെ കണക്ക്. വരും ദിവസങ്ങളിലും സമാനമായ തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് വലിയ തിരക്ക് തന്നെയാണ് ഉള്ളത്. പമ്പ മുതൽ സന്നിധാനം വരെ വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പമ്പയിൽ നിന്നും കൃത്യമായ ഇടവേളകളിൽ മാത്രമാണ് തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കയറ്റിവിടുന്നത്. നേരത്തെയൊക്കെ ശരംകുത്തിയിലും മരക്കൂട്ടത്തുമായിരുന്നു തീർത്ഥാടകരുടെ വരിയുടെ അവസാന ഭാഗമെങ്കിൽ ഇന്നത് ശബരിപീഠവും പിന്നിട്ട് നീങ്ങിയിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ശബരിപീഠത്തിന് താഴേക്ക് കുത്തനെയുള്ള ഇറക്കമായതുകൊണ്ട് തന്നെ അവിടെ തീർത്ഥാടകരെ കാത്തു നിർത്തുക എന്നുള്ളത് അപായ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് പമ്പ മുതൽ തീർത്ഥാടകർ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. കൃത്യമായ ഇടവേളകളിൽ മാത്രമേ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് കയറ്റിവിടുകയുള്ളൂ. ഒരുപക്ഷെ തിരക്ക് നിയന്ത്രണാതീതമായി കഴിഞ്ഞാൽ നിലയ്ക്കൽ നിന്നും തീർത്ഥാടകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നാണ് പോലീസ് പറയുന്നത്. മണിക്കൂറിൽ 7,000-ലേറെ തീർത്ഥാടകരാണ് ഇപ്പോൾ പമ്പയിൽ സന്നിധാനത്തേക്ക് കയറുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ അത് 4,000-നും 5,000-നും ഇടയിലായിരുന്നു പരമാവധി ഉണ്ടായിരുന്നത്. 7,000-ലേറെ പോകുക എന്ന് പറയുമ്പോൾ വലിയ ഒരു തിരക്ക് തന്നെയാണ് അവിടെ അനുഭവപ്പെടുന്നത് എന്ന് സൂചിപ്പിക്കുകയാണ്. മാത്രമല്ല ഇവിടെ എത്തുന്നവർക്ക് ഈ സാധാരണഗതിയിൽ ശരംകുത്തിയിൽ നിന്ന് തുടങ്ങുന്ന കാത്തു നിൽക്കേണ്ട വരി ശബരിപീഠത്തിൽ നിന്ന് ആരംഭിക്കുമ്പോൾ 8-10 മണിക്കൂറൊക്കെ ഒരുപക്ഷെ കാത്തു നിൽക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തും ഈ തിരക്ക് എന്നുള്ളത് ഉറപ്പാണ്. വലിയ തിരക്ക് അനുഭവപ്പെടുമ്പോൾ 10 മണിക്കൂർ വരെ കാത്തു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കുമെന്നും പോലീസ് പറയുന്നുണ്ട്. സന്നിധാനത്ത് മണിക്കൂറിൽ 18-ാം പടിയിൽ കയറ്റിവിടുന്നവരുടെ കണക്ക് മിനിറ്റിൽ 60-നും 70-നും ഇടയിലാണ്. അവിടെയും അല്പം കൂടി വേഗത വർദ്ധിപ്പിക്കേണ്ട സാഹചര്യം നിലവിലുണ്ട്. കാരണം മണിക്കൂറിൽ 7,000-ലേറെ തീർത്ഥാടകർ സന്നിധാനത്തെത്തുമ്പോൾ 18-ാം പടി കയറി പോകുന്നത് മിനിറ്റിൽ 60-നും 70-നും ഇടയിൽ തീർത്ഥാടകരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കാത്തു നിൽക്കുന്നവരുടെ വരിയും നീളവും ആ വരിയുടെ നീളമൊക്കെ വീണ്ടും നീണ്ടുപോകുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും ഉണ്ടാവുക. വലിയ തിരക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകും. പ്രത്യേകിച്ച് മകരവിളക്കിനോടനുബന്ധിച്ച് ഇവിടെ എത്തുന്ന തീർത്ഥാടകരിൽ വലിയൊരു വിഭാഗം ഇവിടെ തന്നെ പർണശാല കെട്ടി തമ്പടിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ തിരക്ക് അത് വർദ്ധിപ്പിക്കുകയും ചെയ്യും. എന്നാണെങ്കിലും മുൻ ദിവസങ്ങളെക്കാൾ തിരക്ക് ഇന്ന് അനുഭവപ്പെടുന്നു. മാത്രമല്ല ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ സമാനമായൊരു സാഹചര്യം തന്നെയായിരിക്കും ഉണ്ടാവുക എന്നാണ് പോലീസിന്റെയും ദേവസ്വം ബോർഡിന്റെയും കണക്കുകൂട്ടൽ. സന്നിധാനത്തും CB അനുമോദ്, ന്യൂസ് 18. മധുര തിരുപ്പരകുണ്ട്രം മലയിലെ ദീപം തെളിയിക്കൽ കേസിൽ തമിഴ്നാട് സർക്കാരിന് തിരിച്ചടി. ദർഗയിലെ കൽത്തൂണിൽ തന്നെ ദീപം തെളിയിക്കണമെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ചും അംഗീകരിച്ചു. ഉയരമുള്ള സ്ഥലങ്ങളിൽ ദീപം തെളിയിക്കുന്നത് വിശ്വാസികൾക്ക് കാണാനാണ്. സ്റ്റാലിൻ സർക്കാർ സാങ്കല്പിക ഭീതി പരത്തുന്നുവെന്നും വിമർശനമുണ്ട്. അജയ് സുധാ ബിജു ചേരുകയാണ്. അജയ്, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു നിലപാടിലായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് സ്റ്റാലിന് തിരിച്ചടിയാവുന്നത്? രഞ്ജിത്ത്, ഈ ഒരു മലയുടെ മുകളിൽ ദീപം തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആദ്യം ഈ ഹിന്ദു സംഘടനകൾ ജില്ലാ ഭരണകൂടത്തിലും അതുപോലെ തന്നെ ഈ സുബ്രഹ്മണ്യ ക്ഷേത്ര ഭരണസമിതിയിലും അപേക്ഷ സമർപ്പിച്ചിരുന്നു. എന്നാൽ ഈ ക്ഷേത്രം ഭരണസമിതി ഇത് പൂർണ്ണമായിട്ടും നിഷേധിക്കുകയായിരുന്നു. ഈ പറയുന്ന തിരുപ്പരംകുണ്ട്രം മലയുടെ മുകളിലുള്ള വസ്തു എന്ന് പറയുന്നത് അത് ഒരു അവകാശ തർക്കം നിലനിൽക്കുന്ന